everyone, welcome to Let's Learn Smart CMA. ഇത് നമ്മുടെ IBC ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലിക്വിഡേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റ്സ്, അവരുടെ കയ്യിലുള്ള അസറ്റ്സ് അവർ സെല് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് യൂസ് ചെയ്തിട്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിക്വിഡേഷൻ എങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷാൽ പാസ് ആൻ ഓർഡർ ടു ലിക്വിഡേറ്റ് കോർപ്പറേറ്റ് ഡെപ്റ്റർ. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ പാസ് ചെയ്യുന്നത്. ആരാണ്? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ്. എന്ത് ഗ്രൗണ്ട്സിലാണ് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് പറയുക, എന്ത് സംഭവിക്കുമ്പോഴാണ് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഡസ് നോട്ട് റിസീവ് റെസൊല്യൂഷൻ പ്ലാൻ. അതായത് CIRPയുടെ ഇൻസോൾവൻസി കമൻസ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു, എന്നിട്ടും റെസൊല്യൂഷൻ പ്ലാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കമ്പനി, അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഡെപ്റ്ററിനോട് എന്ത് ചെയ്യാൻ പറയും? ലിക്വിഡേറ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ത് ചെയ്യാണ്? റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടോളൂ, കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലിക്വിഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ RP CIRPയുടെ സമയത്ത് നമ്മൾ പറഞ്ഞു, RP എന്ന് പറയുന്ന ആൾ നമ്മുടെ COCയുടെ അടുത്ത് എന്ത് സബ്മിറ്റ് ചെയ്യണം? റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അവർക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? COCയുടെ 66% വോട്ടോട് കൂടെ മിനിമം ആ ഒരു റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ആയാൽ മാത്രമേ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരുടെ പോലും അപ്രൂവൽ കിട്ടാത്തതായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ കോർപ്പറേറ്റ് ഡെപ്റ്ററിനെ എന്ത് ചെയ്യണം? ലിക്വിഡേറ്റ് ചെയ്യണം. ആൻഡ് റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ്ഡ് ബൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈസ് കോൺട്രാവീൻഡ് ബൈ കോർപ്പറേറ്റ് ഡെപ്റ്റർ. അതായത് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ചെയ്ത് വിട്ടു, എന്നിട്ട് കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ത് ചെയ്തു? അത് അനുസരിച്ചില്ല, അല്ലെങ്കിൽ അത് കോൺട്രാവീൻ ചെയ്തു, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെ അത് കംപ്ലൈ ചെയ്തില്ല, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും എന്ത് ചെയ്യും? നമ്മുടെ റെസൊല്യൂഷൻ പ്ലാൻ നമ്മുടെ കമ്പനീനെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുക്കും. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, എന്നിട്ട് നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്റർ അത് കോൺട്രാവീൻ ചെയ്തു. ഇത് പല ആൾക്കാരെയും അവരുടെ ഇൻട്രസ്റ്റിനെ പ്രെജുഡീഷ്യലി അഫക്റ്റ് ചെയ്തു. ആൻഡ് എനി പേഴ്സൺ ഹൂസ് ഇൻട്രസ്റ്റ്സ് ആർ പ്രെജുഡീഷ്യലി അഫക്റ്റഡ് ക്യാൻ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഫോർ ലിക്വിഡേഷൻ ഓർഡർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻ പ്ലാൻ മെൻഷൻ ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ലോൺസിനെ ഷെയർസ് ആക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ റെസൊല്യൂഷൻ പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവരുടെ ലോൺസിനെയൊക്കെ ഷെയർസ് ആക്കി മാറ്റണം. പക്ഷേ അതനുസരിക്കാതെ നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ത് ചെയ്തില്ല? ഇത് ഷെയർസായിട്ട് കൊടുത്തില്ല, ഷെയർസായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. ലോൺസിനെ അങ്ങനെ തന്നെ വെച്ചു, ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റേഴ്സിന് ഇനി പൈസ കിട്ടുമോ? ആ ഒരു രീതിയിൽ ഷെയർസായിട്ട് പൈസ അവരുടെ പൈസ ഷെയർസ് ആയിരുന്നുള്ള രീതിയിൽ കൊടുക്കാനാണ് ആര് പറഞ്ഞിരുന്നത്? നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് മെൻഷൻ ചെയ്തായിരുന്നത്. പക്ഷേ ആര് അനുസരിച്ചില്ല? കോർപ്പറേറ്റ് ഡെപ്റ്റർ അനുസരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്രെഡിറ്റേഴ്സിന് ഇനി പൈസ കിട്ടുമോ? ഇല്ല. അപ്പോൾ അവരെ അത് പ്രെജുഡീഷ്യലി എഫക്റ്റ് ചെയ്യില്ല, അവരത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് നേരിട്ട് എന്ത് ചെയ്യാം? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്തിന്? ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ 4 ഗ്രൗണ്ട്സാണ് മെയിനായിട്ടുള്ളത്. എന്തൊക്കെയാണ്? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ലിക്വിഡേഷനുള്ള ഓർഡർ പാസ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം പഠിച്ചു. എന്തൊക്കെ സംഭവിക്കുമ്പോഴാണ്? റെസൊല്യൂഷൻ പ്ലാൻ റിസീവ് ചെയ്യാത്തപ്പോൾ, അതുപോലെ റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസിഷൻ ഓഫ് COC ഇസ് ടു ലിക്വിഡേറ്റ്. COC തന്നെ തീരുമാനിക്കുന്നത് ലിക്വിഡേറ്റ് ചെയ്യാനാണ്. പിന്നെ ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ത് ചെയ്യും? ലിക്വിഡേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തത് നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്റർ കോൺട്രാവീൻ ചെയ്തു, അത് പല ആൾക്കാരുടെ ഇൻട്രസ്റ്റിനെ പ്രെജുഡീഷ്യലി എഫക്റ്റ് ചെയ്തു. അങ്ങനെ സംഭവിച്ചാലും ലിക്വിഡേഷൻ നടത്തണം. ഇനി ലിക്വിഡേഷൻ്റെ ഓർഡർ പാസ്സായി കഴിയുമ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചെയ്യുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഓൺ പാസിംഗ് ഓർഡർ ഫോർ ലിക്വിഡേഷൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷാൽ ഇഷ്യൂ എ പബ്ലിക് അനൗൺസ്മെൻറ്റ് ദാറ്റ് CD ഈസ് ഇൻ ലിക്വിഡേഷൻ. പബ്ലിക് അനൗൺസ്മെൻറ്റ് നമ്മൾ അവിടെയും പഠിച്ചു, CIRP പ്രോസസ്സിലും പഠിച്ചായിരുന്നു പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തും എന്നുള്ളത്. ഇവിടെയും പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തും. ഇനി സച്ച് ഓർഡർ ഓഫ് ലിക്വിഡേഷൻ ഇസ് ടു ബി സെൻറ്റ് ടു ദ അതോറിറ്റി അണ്ടർ വിച്ച് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇസ് രജിസ്റ്റേർഡ്. അതായത് ഈ കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് പറയുന്നത് ആൾ ആരാണ്? നമ്മുടെ IBCയുടെ കീഴിൽ നമ്മൾ പറഞ്ഞു, കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും. കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ LLP ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കമ്പനി ആക്ച്വലി അവരുടെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ
ഈ ലിക്വിഡേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ ലിക്വിഡേഷനെ സംബന്ധിച്ചിട്ടുള്ള ഓർഡർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പാസ് ചെയ്ത് ആ ഓർഡറിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആർക്ക് അയച്ചു കൊടുക്കും? ഈ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ കമ്പനിക്ക് പാർട്ട്ണർഷിപ്പിനൊക്കെ ആണെങ്കിൽ MCAക്ക് ഇത് അയച്ചു കൊടുക്കും. ഈ കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ നമ്മൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്ന രീതിയിൽ. ഓക്കെ, 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തും, അതുപോലെ തന്നെ ആ അതോറിറ്റി അണ്ടർ വിച്ച് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇസ് രജിസ്റ്റേർഡ് അതിൽ ലിക്വിഡേഷനുള്ള ഓർഡർ കൊടുക്കും. ലിക്വിഡേഷൻ്റെ ഓർഡർ സെൻഡ് ചെയ്യും. ഇനി നോട്ട്, വെൻ ലിക്വിഡേഷൻ ഓർഡർ ഹാസ് പാസ്ഡ് നോ സ്യൂട്ട് ക്യാൻ ബി ഫയൽഡ് അഗൈൻസ്റ്റ് കോർപ്പറേറ്റ് ഡെപ്റ്റർ. ലിക്വിഡേഷൻ ഓർഡർ പാസ്സായി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഡെപ്റ്റർക്കെതിരെ ഒരു സ്യൂട്ടും നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആർക്കാണ്? ലിക്വിഡേറ്റർക്ക്. ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് കൊണ്ട് നടക്കുന്ന, ഈ നമ്മുടെ മറ്റേ കേസിലെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ലിക്വിഡേറ്ററാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ആക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതും മീൻസ് ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് തന്നെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ലിക്വിഡേറ്ററാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് കേസ് ഫയൽ ചെയ്യാം, സ്യൂട്ട് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് ഡെപ്റ്റർ. അയാൾക്ക് സ്യൂട്ട് കൊടുക്കാം വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ അയാൾക്ക് മാത്രം എന്ത് ചെയ്യാം? സ്യൂട്ട് ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഇനീഷ്യേഷൻ ഓഫ് ലിക്വിഡേഷൻ, എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ഗ്രൗണ്ട്സിലാണ് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ലിക്വിഡേഷൻ്റെ ടൈമിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി ലിക്വിഡേഷൻ്റെ ടൈമിൽ യൂഷ്വലി കോർപ്പറേറ്റ് ഡെപ്റ്റർക്കെതിരെ നമുക്ക് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ലിക്വിഡേറ്റർക്ക് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ക്യാൻ ഫയൽ സ്യൂട്ട് അഗൈൻസ്റ്റ് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നമ്മൾ നോക്കുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എങ്ങനെയാണ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആവുന്നത്? ആദ്യം നമ്മൾ IRPനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അവർ നമ്മൾ RP ആക്കി മാറ്റുന്നു. അങ്ങനെ കുറേ കേസസ് നമ്മൾ അവിടെ പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ലിക്വിഡേറ്റർ ആവുന്നതിന്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കമ്പനി എന്ന് പറയുന്നത് CARP പ്രോസസ്സ് നടത്തിയിട്ട് അതിനുള്ള റെസൊല്യൂഷൻ പ്ലാൻ കൊടുത്തിട്ട് ചില സമയത്ത് നമ്മുടെ NCLT അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും? CARP പ്രോസസ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ റെസൊല്യൂഷൻ പ്ലാനൊക്കെ വഴി അങ്ങനെ നടക്കും. ഇനി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലിക്വിഡേഷൻ നടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ അവിടെ ഒരു RP ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ RP അപ്പോയിൻറ്റഡ് ഫോർ CARPനെ നമുക്ക് ഒന്നെങ്കിൽ ലിക്വിഡേറ്റർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ന്യൂ RPനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ പഴയ RPനെ തന്നെ നിലനിർത്താം, അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് പുതിയ RPനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെയായാലും 2 കേസിലായാലും ലിക്വിഡേറ്റർ മസ്റ്റ് സബ്മിറ്റ് റിട്ടേൺ കൺസെൻറ്റ് ടു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ലിക്വിഡേറ്റർ പൊസിഷനിലേക്ക് അയാൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലായാലും ലിക്വിഡേറ്റർ പൊസിഷനിലേക്ക് അയാൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റിട്ടേൺ കൺസെൻറ്റ് കൊടുക്കണം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക്, ഞാൻ തയ്യാറാണ് എന്ന്, അയാൾ ലിക്വിഡേറ്റർ പൊസിഷൻ ക്യാരി ചെയ്യാനായിട്ട് ഓക്കെ ആണെന്നുള്ളത്. ഓക്കെ, ദെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ലിക്വിഡേറ്ററിനെ റീപ്ലേസ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണുള്ളതെന്ന് പറഞ്ഞു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി റീപ്ലേസസ് ലിക്വിഡേറ്റർ ഇഫ് ചില സമയങ്ങളിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലിക്വിഡേറ്ററിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതെപ്പോഴൊക്കെയാണ്? റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റഡ് ബൈ ദ RP വാസ് റിജക്റ്റഡ് ഫോർ ഫെയിലിയർ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് കോഡ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ റെസൊല്യൂഷൻ പ്രോസസ്സ്, റെസൊല്യൂഷൻ പ്ലാൻ, അതായത് ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററുമായി കഴിഞ്ഞ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് മീൻസ് ഇതാണ് ആദ്യം കാണുന്നെങ്കിൽ മുമ്പത്തെ പാർട്ട് കണ്ടിട്ട് ഇത് കാണാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത് അതിന് അപ്രൂവൽ കിട്ടേണ്ടത് ഒന്നാമത് COCയുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞു. അതിനുശേഷം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞു. COCയുടെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ 66% വോട്ട് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടും. ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം COCയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കും. രണ്ടാമത്തെ കാര്യം IBCയുടെ ലോ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ പ്ലാൻ നമ്മൾ ഈ RP അന്നത്തെ RP ആയിരുന്ന ആൾ സബ്മിറ്റ് ചെയ്ത റെസൊല്യൂഷൻ പ്ലാൻ അന്നത്തെ IBCയുടെ കോഡ് കംപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഈ റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റ് ആയതെങ്കിൽ അയാളെ എന്തായാലും റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അയാളെ മുന്നോട്ട് ലിക്വിഡേറ്ററായിട്ട് വെക്കാനായിട്ട് പറ്റില്ല. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അതായത് റെസൊല്യൂഷൻ പ്ലാൻ നമ്മൾ അന്ന് സബ്മിറ്റ് ചെയ്തു അപ്രൂവലിന് വേണ്ടിയിട്ട്. അപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോക്കിയപ്പോൾ IBCയുടെ പ്രൊവിഷൻസ് ഇവരെന്ത് ചെയ്യുന്നില്ല, കംപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു റെസൊല്യൂഷൻ പ്ലാനാണ് ഇവർ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്ത റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നമ്മൾക്ക് ഒരിക്കലും ലിക്വിഡേറ്ററായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, അയാളെ റീപ്ലേസ് ചെയ്യണമെന്നാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ബോർഡ് റെക്കമെൻഡ്സ് ടു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി
വിത്ത് റീസൺസ് ഇൻ റൈറ്റിംഗ്. ചില സമയങ്ങളിൽ ബോർഡിന് തോന്നുമായിരിക്കും അയാളെ എന്താ പറയുക, ഈ ലിക്വിഡേറ്ററിനെ മാറ്റി പുതിയ ഒരു ലിക്വിഡേറ്ററിനെ വെക്കണം. അതിൻ്റെ ഒരു ക്ലാരിറ്റി താഴെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി RP ഫെയിൽസ് ടു സബ്മിറ്റ് റിട്ടേൺ കൺസെൻറ്റ്. നമ്മൾ പറഞ്ഞു ലിക്വിഡേറ്റർ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു റിട്ടേൺ കൺസെൻറ്റ് നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് നിൽക്കാൻ പറ്റില്ല, വേറെ ഒരു ലിക്വിഡേറ്ററിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ ഒരു ഇത് ഞാനൊന്നുകൂടെ പറയാം. അതായത് ഫസ്റ്റത്തെ മൊഡ്യൂളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു, ഒരു IPA നടത്തുന്ന എക്സാം പാസ്സായിട്ടുള്ള ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്ന ആൾ നമ്മൾ IRP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യും. അങ്ങനെ അയാൾ COC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ COCയുടെ 66% വോട്ടിൻ്റെ ഒരു ബലത്തിൽ അവരൊന്നെങ്കിൽ RPനെ അപ്പോയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും, വോട്ടവർ അവരെന്തോ ചെയ്യും. RPനെ എങ്ങനെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യും. ആൻഡ് RP എന്ത് ചെയ്യും, RP അവരുടെ പ്രോസസ്സൊക്കെ ക്യാരി ഔട്ട് ചെയ്യും. CIRP പ്രോസസ്സൊക്കെ ക്യാരി ഔട്ട് ചെയ്യും. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് നമ്മുടെ COCയുടെ അപ്രൂവൽ, റെസൊല്യൂഷൻ പ്ലാൻ മേടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ NCLTയുടെ അപ്രൂവലും മേടിച്ചെടുക്കണം. അതാണ് അവരുടെ ബാക്കിയുള്ള പരിപാടികൾ. ഓക്കെ, എന്നിട്ട് പിന്നെയുള്ള സ്റ്റെപ്പാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റായി പോയി അങ്ങനെയുള്ള കേസിൽ വരുന്നതാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ ലിക്വിഡേറ്ററിൻ്റെ വരവ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്നൊരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പറഞ്ഞതുപോലെ പവേഴ്സ് ഓഫ് ബോർഡ് മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ കേസുകളിലൊക്കെ ആരുടെ കയ്യിലായിരുന്നു, IRP അല്ലെങ്കിൽ RPയുടെ കയ്യിലായിരുന്നു. അതുപോലെ ഇവിടെ ആരുടെ കയ്യിലായിരിക്കും, ലിക്വിഡേറ്ററുടെ കയ്യിലായിരിക്കും. അപ്പോൾ നമുക്ക് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റേഴ്സ് നോക്കാം. ഒന്നാമത്തേത് വെരിഫൈ ക്ലെയിംസ്. അവരുടെ ക്ലെയിംസ്, ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിംസ് എത്രത്തോളം പൈസ നമ്മൾ കോർപ്പറേറ്റ് ഡെപ്റ്റർ അവർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അവർ ഇത് ആക്ച്വലി ഇത് ഒന്നാമത്തെ പോയിൻറ്റും ഇത് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, കാരണം ഒന്നാമത്തത് നമ്മൾ അവരുടെ ക്ലെയിംസ് കളക്ട് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക, സെറ്റിൽ ചെയ്യുക, എന്നിട്ട് അതിനെ വെരിഫൈ ചെയ്യുക. പിന്നെ അവരുടെ അസറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മുടെ അസറ്റ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് തന്നെയാണ്. ക്യാരി ഓൺ ബിസിനസ് ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ, ഒബ്റ്റെയിൻ എനി പ്രൊഫഷണൽ അസിസ്റ്റൻസ്. ഓക്കെ, ഇവർക്ക് ലിക്വിഡേറ്റർക്ക് തോന്നുകയാണ് വേറൊരു പ്രൊഫഷണലിനെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്താലാണ് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നാവുള്ളൂ. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് ചെയ്യണം. പിന്നെ പവർ ടു കൺസൾട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബട്ട് നോട്ട് ബൈൻഡിങ്. അതായത് ഇവർക്ക് വേണമെങ്കിൽ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പോയി മീറ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാം. പക്ഷെ അത് നോട്ട് കമ്പൽസറി, നോട്ട് ബൈൻഡിങ്, കമ്പൽസറി അല്ല, നിർബന്ധമല്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലിക്വിഡേഷനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്താനായിട്ട് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ പറയുന്ന ലിക്വിഡേഷൻ അസറ്റ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡേഷൻ എസ്റ്റേറ്റ്. Liquidator shall form an estate of assets of corporate debtor called the liquidation estate. Liquidator holds liquidation estate in a fiduciary capacity for the benefit of creditors. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡേഷൻ എസ്റ്റേറ്റ്. ഈ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് നമ്മൾ ആക്ച്വലി എന്തായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്, നമ്മുടെ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ ബിഹാഫിൽ ക്രെഡിറ്റേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലിക്വിഡേറ്റർ ഈ ലിക്വിഡേഷൻ അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത്. കാരണം ഇത് വിറ്റിട്ട് ക്രെഡിറ്റേഴ്സിന് കൃത്യമായിട്ടുള്ള അവരുടെ ക്ലെയിംസ് സെറ്റിൽ ആവണം അല്ലേ. അപ്പോൾ അവരുടെ ഫിഡ്യൂഷ്യറി അവർ തമ്മിലുള്ള ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ ആ ഒരു ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിലാണ് ആര് നിൽക്കുന്നത്, ലിക്വിഡേറ്റർ ഈ ഒരു ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആണ്. അത് അയാൾ ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ലിക്വിഡേഷൻ എസ്റ്റേറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതും ലിക്വിഡേഷൻ എസ്റ്റേറ്റിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിക്വിഡേഷൻ എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഓൾ അസറ്റ്സ് ഓവർ വിച്ച് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഹാസ് ഓണർഷിപ്പ് റൈറ്റ്സ്. കോർപ്പറേറ്റ് ഡെപ്റ്ററിന് ഓണർഷിപ്പുള്ള എല്ലാ സാധനങ്ങളും ആ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിൽ ഉൾപ്പെടും. ഇനി അസറ്റ്സ് ഓൺഡ് ബൈ കോർപ്പറേറ്റ് ഡെപ്റ്റർ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഇൻ പൊസഷൻ ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇൻക്ലൂഡ്സ് എൻകംബേർഡ് അസറ്റ്സ്. എൻകംബേർഡ് അസറ്റ്സ് എന്ന് വെച്ചാൽ പണയം വയ്ക്കപ്പെട്ട അസറ്റ്സ് എന്നാണ്. അതായത് നമ്മൾ ചില അസറ്റ്സ് പണയം വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, അതെ. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടും. അതായത് നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ കാര്യമില്ല, നമ്മുടെ ഓണർഷിപ്പിലുള്ള അസറ്റ്സ് ഒക്കെ ഇവിടെ ഉൾപ്പെടും. ഇനി ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതിപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനി ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് വിച്ച് ഇസ് ഡിറ്റർമിൻഡ് ബൈ കോർട്ട്. അതായത് കോർട്ടിൽ ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കം ഉണ്ടായി.
ഓക്കെ, ആ തർക്കത്തിൻ്റെ അവസാനം കോർട്ട് ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. എന്താണ്? ഈ അസറ്റ് എന്ന് പറയുന്നത് ഈ ആൾക്ക് പോട്ടെ. ആ ആൾ നമ്മളായിരുന്നു. അതായത് ഇപ്പോൾ ABC ലിമിറ്റഡിൻ്റെ കയ്യിലേക്ക് ഈ അസറ്റ് പോയിക്കോട്ടെ. ഈ ABC ലിമിറ്റഡ് നമ്മളാണെങ്കിൽ ഇപ്പോൾ അസറ്റിൻ്റെ ഓണർഷിപ്പ് ആരാ? നമ്മുടെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോർട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന കോർട്ട് ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ലിക്വിഡേഷൻ എസ്റ്റേറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വരുന്നത് അസറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് സെക്യൂർഡ് ക്രെഡിറ്റർ റിലിങ്ക്വിഷ്ഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ലോൺ എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു പറഞ്ഞു. ഈ സെക്യൂർഡ് ക്രെഡിറ്ററിന് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്യൂരിറ്റി അയാൾക്ക് എന്ത് ചെയ്യാം? റിയലൈസ് ചെയ്യാം. ഒന്നുകിൽ അയാൾക്കത് റിയലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്കത് റിലിങ്ക്വിഷ് ചെയ്യാം. അതായത് റിയലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയാൾ ഈ സെക്യൂരിറ്റി വിറ്റിട്ട് അതിനെ ക്യാഷാക്കി അയാൾ അത് യൂസ് ചെയ്യും. ആ ക്യാഷ് അയാളുടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാനായിട്ട് അയാൾ യൂസ് ചെയ്യും. ഇനി റിലിങ്ക്വിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസറ്റ് അയാൾ നമ്മൾക്ക് വിട്ടു തരാണ്, എന്നിട്ട് നമ്മളോട് പറയാണ് പേയ്മെൻറ്റ് തന്നോളാൻ. അങ്ങനെ സംഭവിക്കൂലേ? 2 രീതിയിലാണല്ലോ ഇത് സംഭവിക്കുകയുള്ളൂ. സെക്യൂരിറ്റി അയാളൊന്നെങ്കിൽ അതെടുത്ത് ആ പണയം വെക്കുന്നത് എന്തിനാണ്? ഒരു സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത്. അതൊന്നെങ്കിൽ അയാളടുത്ത് വിൽക്കും, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ അയാൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ പണയം വെച്ച വസ്തു നമുക്ക് തിരിച്ചു തരും, സെക്യൂരിറ്റി നമുക്ക് തിരിച്ചു തരും, എന്നിട്ട് നമ്മളോട് പേയ്മെൻറ്റ്സ് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ പറയും. ഇതാണല്ലോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പണയം വെച്ച വസ്തു അയാൾ നമുക്ക് തിരിച്ചു തരാണെങ്കിൽ അയാൾ ആ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് അയാൾ റിലിങ്ക്വിഷ് ചെയ്തു എന്നാണ് നമ്മൾ പറയുക. അതായത് അയാൾ ആ സെക്യൂരിറ്റി വേണ്ടാന്ന് വെച്ചു. റിലിങ്ക്വിഷ് മീൻസ് ക്യാൻസൽ. ഓക്കെ, ഇല്ലാതാവുക. അപ്പോൾ അസറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് സെക്യൂർഡ് ക്രെഡിറ്റർ റിലിങ്ക്വിഷ്ഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ളതും അപ്പോൾ അത് ആരുടെയാണ്? ഇനി നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേർന്നില്ലേ ആ വസ്തു അല്ലെങ്കിൽ ആ ഒരു അസറ്റ്. സോ അത് നമ്മളുടെ ലിക്വിഡേഷൻ അസറ്റിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യമാണ്. പ്രോപ്പർട്ടി ഇൻ ഹാൻഡ് ഓഫ് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്. പ്രോപ്പർട്ടി ഇൻ ഹാൻഡ് ഓഫ് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ആപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റ് ആണ് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്. അതാണോ? അത് ഇനീഷ്യേഷൻ ഡേറ്റ്. സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ഇനീഷ്യേഷൻ ഡേറ്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ക്രെഡിറ്ററോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ NCLTയിലേക്ക് അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിലേക്ക് CIRP വേണമെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റിനെയാണ് ഇനീഷ്യേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അഡ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപ്രൂവ് ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ CIRP അഡ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്. അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതും നമ്മുടെ ലിക്വിഡേഷൻ എസ്റ്റേറ്റിൽ ഉൾപ്പെടും. അതുപോലെ പ്രൊസീഡ്സ് ഓഫ് ലിക്വിഡേഷൻ എന്താണെന്നുള്ള പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അസറ്റ്സ് വിറ്റിട്ട് പൈസ കിട്ടുന്ന പ്രോസസ്സ്, അതും ആ പ്രൊസീഡ്സും നമ്മൾ ഈ ലിക്വിഡേഷൻ എസ്റ്റേറ്റിനകത്ത് ഇൻക്ലൂഡ് ആക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് എക്സ്ക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അസറ്റ്സ് ഓൺഡ് ബൈ തേർഡ് പാർട്ടി ബട്ട് ഇൻ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് പൊസിഷൻ. നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് വേറൊരാളുടെ അസറ്റ്സ് ആണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് കൂട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആരാന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാങ്ക്, അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പോൾ ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, പേഴ്സണൽ അസറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് എക്സെട്ര. അതായത് നമ്മൾ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ കമ്പനിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ സാധനമാണ്, അല്ലാതെ കമ്പനിയുടെ പേരിലുള്ള സാധനമല്ല. അങ്ങനെയാണെങ്കിൽ അത് ഷെയർ ഹോൾഡറുടെയാണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ അസറ്റ്സ് ഓഫ് സബ്സിഡിയറി ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് സബ്സിഡിയറി ഉണ്ടാകാം ചില സമയങ്ങളിൽ. അവരുടെ അസറ്റ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല, കാരണം കോർപ്പറേറ്റ് ഡെപ്റ്റർ വേറെ, സബ്സിഡിയറി വേറെ, അങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഇനി അതർ അസറ്റ്സ് ആസ് സ്പെസിഫൈഡ് ബൈ ബോർഡ് എന്തെങ്കിലും വേറെ അസറ്റ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ലിക്വിഡേഷൻ എസ്റ്റേറ്റിൽ ഉൾപ്പെടില്ല എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതും ഇതിനകത്ത് ഉൾപ്പെടില്ല. ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡേഷൻ എസ്റ്റേറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതും എക്സ്ക്ലൂഡ് ചെയ്യുന്നതും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി ഏത് ഉൾപ്പെടും ഏത് ഉൾപ്പെടില്ല എന്നുള്ളത്. അതായത് കണ്ടാൽ മനസ്സിലാവണം ഇത് ഉൾപ്പെടുകയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ടു ആക്സസ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടില്ല. പല ഇൻഫർമേഷൻ സോഴ്സസും നമ്മുടെ ലിക്വിഡേറ്റർക്ക് പല ഇൻഫർമേഷൻ സോഴ്സസും ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്റർ എവിടെയൊക്കെ ഇതിൽ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാകും. അതിലൊക്കെ അതിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് വായിക്കാവുന്ന ഒരു ഭാഗം മാത്രമേ
ആ ഇൻഫർമേഷൻ സോഴ്സസിലുള്ളൂ. സോ അതിനകത്തൊരു നോട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റർ മേ ആസ്ക് ഫോർ എനി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്തിൻ 7 days. അതായത് ക്രെഡിറ്റർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ചോദിക്കുകയാണ് ആരോട്? കോർപ്പറേറ്റ് ഡെപ്റ്ററിനോട്. കോർപ്പറേറ്റ് ഡെപ്റ്ററിനോടല്ല, കോർപ്പറേറ്റ് ഡെപ്റ്ററിനെ പറ്റിയ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളോട് ലിക്വിഡേറ്ററിനോട് ചോദിക്കുകയാണെങ്കിൽ വിത്തിൻ 7 days അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടം വരെ എത്തി? ലിക്വിഡേഷൻ പ്രോസസ്സിൻ്റെ എവിടം വരെ എത്തി? നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. നമ്മൾക്ക് ഒന്നുകിൽ റെസൊല്യൂഷൻ പ്ലാൻ റിസീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ COC അപ്രൂവ് ചെയ്തില്ല, അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്ലാനിൻ്റെ എന്തെങ്കിലും ഇതുകൾ കോൺട്രാവീൻ ചെയ്തു, അത് ജുഡീഷ്യലി കുറേ പേർ എഫക്റ്റ് ചെയ്തു. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? ലിക്വിഡേഷന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഒന്നുകിൽ പഴയ IRPനെ തന്നെ ലിക്വിഡേറ്ററായിട്ട് വെക്കും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ ഈ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ഒരു ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിലാണ് ഇയാൾ ഇത് ഹോൾഡ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ക്രെഡിറ്റേഴ്സിൻ്റെ ഫിഡ്യൂഷ്യറി ആയിട്ടാണ് ഇയാൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ ഫിഡ്യൂഷ്യറി ആയിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സിന് എത്രത്തോളം പൈസ നമ്മൾക്ക് ക്രെഡിറ്റേഴ്സിന് എത്രത്തോളം പൈസ നമ്മൾ കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് കോർപ്പറേറ്റ് ഡെപ്റ്റർ എത്രത്തോളം ക്ലെയിംസ് അവർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ലിക്വിഡേറ്റർ കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് ലിക്വിഡേറ്റർ വിത്തിൻ 30 days ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ലിക്വിഡേഷൻ റിസീവ് ഓർ കളക്ട് ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ്. അയാൾ ലിക്വിഡേഷൻ സ്റ്റാർട്ട് ചെയ്ത് ലിക്വിഡേഷൻ കമൻസ് ചെയ്ത് 30 daysൻ്റെ ഉള്ളിൽ ക്ലെയിംസ് എത്രത്തോളം എത്രത്തോളം ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, എന്തോരം കൊടുക്കാനുണ്ട്, ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓരോ ക്രെഡിറ്ററിനും ഓരോ രീതിയാണ്. അതായത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലിക്വിഡേറ്ററിന് ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ഓഫ് ക്ലെയിം ഇൻ IU, അതായത് അവരുടെ ക്ലെയിം ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് കൊടുക്കുക. അല്ലെങ്കിൽ ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ ഇല്ല എങ്കിൽ ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട് ഇത്രയും പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റർ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാനുണ്ട് എന്നുള്ളതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ലിക്വിഡേറ്റർക്ക് സബ്മിറ്റ് ചെയ്യുക. ഇനി ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? IBC പ്രകാരമുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് കൊടുക്കണം. ആർക്ക്? ലിക്വിഡേറ്ററിന് കൊടുക്കണം. ഇനി പാർഷ്യലി ഫിനാൻഷ്യൽ ക്രെഡിറ്ററും പാർഷ്യലി ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഡെപ്റ്റിൻ്റെ അത്രയും എക്സ്റ്റെൻഡോളം അവർ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ചെയ്യുന്ന പോലെ, അതായത് ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ അതിൻ്റെ ക്ലെയിം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ റെക്കോർഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സപ്പോർട്ടിങ് എവിഡൻസസ് കൊടുക്കണം. ഇനി ഓപ്പറേഷണൽ ഡെപ്റ്റ് ആണെങ്കിൽ ഓപ്പറേഷണൽ ക്രെഡിറ്ററിൻ്റെ ഇതുപോലെ എന്ത് ചെയ്യണം? സപ്പോർട്ടിങ് എവിഡൻസസ് കൊടുക്കണം. അപ്പോൾ അവരുടെ ഡെപ്റ്റിൻ്റെ എക്സ്റ്റെൻഡ് വരെ അവർ അതാത് രീതിയിൽ ചെയ്യണം എന്നാണ്. ഇനി നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ക്രെഡിറ്റർ ക്യാൻ വിത്ഡ്രോ ക്ലെയിംസ് വിത്തിൻ 14 days ഓഫ് സബ്മിഷൻ. സബ്മിറ്റ് ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ അവരുടെ ക്ലെയിംസിൻ്റെ ഇത് വിത്ഡ്രോ ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന കാര്യം ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ക്ലെയിംസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അതായത് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ക്ലെയിംസ് സബ്മിറ്റ് ചെയ്തു, ഓപ്പറേഷണൽ ക്രെഡിറ്റർ സപ്പോർട്ടിംഗ് എവിഡൻസോട് കൂടിയൊക്കെ ക്ലെയിംസ് സബ്മിറ്റ് ചെയ്തു. ഇനി രണ്ടുപേരും മിക്സ് ആയിട്ടുള്ളവരാണ്, അതായത് പാർട്ട്ലി ഫിനാൻഷ്യലും പാർട്ട്ലി ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണെങ്കിൽ ഇവർ ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലിക്വിഡേറ്റർ ഇതൊക്കെ കിട്ടിയതിന് 7 days വിത്തിൻ 7 days എന്ത് ചെയ്യണം? ആഫ്റ്റർ വെറിഫിക്കേഷൻ ആൻഡ് കോളിംഗ് ഫോർ ഫർദർ ഡോക്യുമെൻറ്റ്സ്, അതായത് അവർ വെരിഫൈ ചെയ്യണം ഈ ക്ലെയിംസ് ഒക്കെ ഉള്ളതാണെന്നുള്ളത് അവർ വെരിഫൈ ചെയ്യണം. അങ്ങനെ അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഫർദർ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനോടോ ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിനോടോ ചോദിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ലിക്വിഡേറ്ററിനുണ്ട്. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അതുപോലെ കോളിംഗ് ഫോർ ഫർദർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട്, അതായത് വേണമെങ്കിൽ വേറെ ഡോക്യുമെൻറ്റ്സും കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവരോട് പറയാം. അങ്ങനെ 7 daysനുള്ളിൽ ഒന്നെങ്കിൽ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റീസൺസ് അവർ ആ ക്രെഡിറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. 14 ദിവസത്തിൽ ഉള്ളിൽ അപ്പീൽ പോകാനുള്ള ഒരു ഗ്രൗണ്ടും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 daysൻ്റെ പരിപാടിയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്ലെയിംസ് സബ്മിറ്റ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റീസൺസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ ക്രെഡിറ്റേഴ്സിനെ അറിയിക്കണം. അതിൻ്റെ ആ റീസൺസ് കിട്ടിയതിൻ്റെ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം. ഓക്കെ, ഇനി അങ്ങനെ കുറേ ക്ലെയിംസൊക്കെ കിട്ടി, കുറേ ക്ലെയിംസ് കളക്ട് ചെയ്തു. ആഫ്റ്റർ കൊളേഷൻ ഓഫ് ക്ലെയിംസ് നമ്മൾ നോക്കേണ്ട കാര്യം, ചെക്ക് ഫോർ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് ഡീഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ്. ദീസ് ട്രാൻസാക്ഷൻസ് ഷാൽ ബി അവോയ്ഡഡ്. അതായത് നമ്മൾക്കിപ്പോൾ കുറേ ക്ലെയിംസ് കിട്ടി,
നമ്മൾ എല്ലാ ക്രെഡിറ്റേഴ്സിൻ്റെ നിന്നും ക്ലെയിംസൊക്കെ കളക്ട് ചെയ്ത് കുറേ ക്ലെയിംസ് കിട്ടി. അങ്ങനെ അപ്പോൾ എന്നിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ആ ക്ലെയിംസിൽ എന്തെങ്കിലും പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉള്ള ക്ലെയിംസ് ഉണ്ടോ, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉള്ള ക്ലെയിംസ് ഉണ്ടോ, ഐ മീൻ ട്രാൻസാക്ഷൻസ് ഡീഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ലിക്വിഡേറ്റർ ഉടനെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇത് അറിയിക്കണം. അവരപ്പോൾ അപ്രോപ്രിയേറ്റ് ഓർഡർ സ്വീകരിച്ചോളും. ഓക്കെ, അപ്പോൾ കൊളേഷൻ ഓഫ് ക്ലെയിംസ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഇത് നോക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടോ, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ടോ, ട്രാൻസാക്ഷൻസ് ഡീഫ്രോഡിംഗ് ക്രെഡിറ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെന്താണെന്നും അതിൻ്റെ ഓർഡർ എന്തായിരിക്കും എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ്. സോ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും അതിൻ്റെ ഓർഡേഴ്സ് എങ്ങനെയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അതിന് വേണ്ട ഓർഡേഴ്സ് എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ തന്നെ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രിഫറൻഷ്യൽ, അതായത് നമ്മൾ സാധാരണ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രിഫറൻസിലും ഉപരി കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനാണ് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ ഇൻട്രസ്റ്റ് ഫോർ ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റർ ഓർ ഗ്യാരൻറ്റർ ഓർ ഷുവർട്ടി. ഇവരൊക്കെ ആരാന്നറിയാലോ, ക്രെഡിറ്റർ ആരാ, ഗ്യാരൻറ്റർ ആരാ, ഷുവർട്ടി ആരാന്നൊക്കെ നമുക്കറിയാം. വിത്ത് റെസ്പെക്ട് ടു ആൻറ്റിസിഡൻറ്റ് ഫിനാൻഷ്യൽ ഡെപ്റ്റർ, ഓപ്പറേഷൻ ഡെപ്റ്റർ, അതർ ലയബിലിറ്റി. അതായത് അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ ഇൻട്രസ്റ്റ്. ഇവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. ആൻഡ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സച്ച് ട്രാൻസ്ഫർ പുട്സ് ദ ട്രാൻസ്ഫറി ഇൻ എ ബെനഫിഷ്യൽ പൊസിഷൻ ദാൻ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് അവരുടെ ശരിക്കും അവർക്ക് കിട്ടേണ്ടിയിരുന്നതുമായിട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്, അതായത് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് കൂടുതൽ ബെനഫിഷ്യൽ പൊസിഷനാണ് കൊടുക്കുന്നതെങ്കിൽ, ശരിക്കും കിട്ടേണ്ടതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? നമ്മൾ ക്രെഡിറ്റർക്കോ ഗ്യാരൻറ്റർക്കോ ഷുവർട്ടിക്കൊക്കെ എന്തെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെയുള്ള സംഭവം ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടെ അവരുടെ ബെനഫിഷ്യൽ പൊസിഷൻ കൂടുകയാണ്. നോർമലി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളൊരു ട്രാൻസ്ഫർ നടത്തിയത് വഴി അവർക്ക് ബെനഫിഷ്യൽ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലിക്വിഡേറ്റർ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അറിയിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്താണ് ഓർഡർ കൊടുക്കുക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എപ്പോഴും എന്ത് ചെയ്യാനേ പറയുള്ളൂ? അൺഡു ഓർ റീസ്റ്റോർ ദ ആക്ടിവിറ്റി. അതായത് നമ്മുടെ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തോ അതിനെ അൺഡു ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക, നേരെ ഉൾട്ടയാക്കുക, പഴയതുപോലെ ആക്കുക. അങ്ങനെയാണ് നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ പുറപ്പെടുവിക്കുക. ഓക്കെ, അപ്പോൾ അത് പല കേസായിട്ട് പല പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ RP അല്ലെങ്കിൽ ലിക്വിഡേറ്റർ ആപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ത് ചെയ്യണം? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ പുറപ്പെടുവിക്കും. ഏതൊക്കെ രീതിയിൽ? ഒന്നുകിൽ അയാൾ പറയും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടി തിരിച്ച് കോർപ്പറേറ്റ് ഡെപ്റ്ററിലേക്ക് കൊണ്ടെത്തിക്കണം, അതായത് അയാളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിച്ച് റെപ്രസെൻറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി സോ ട്രാൻസ്ഫർഡ് ഓർ മണി സോ ട്രാൻസ്ഫർഡ് ടു ബി വെസ്റ്റഡ് വിത്ത് കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സ്. ആ പ്രോപ്പർട്ടി നമ്മൾ വിറ്റിട്ടാണ് അതിൻ്റെ പൈസയാണ് കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വിറ്റുവെങ്കിൽ വാട്ടെവർ എന്തായാലും അത് തിരിച്ച് നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ കയ്യിൽ വന്ന് ചേരണം. അതുപോലെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആണ് നമ്മൾ റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തതെങ്കിൽ അതും കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരണം. എല്ലാം പറഞ്ഞില്ലേ, എല്ലാം അൺഡു അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുന്ന ആ പരിപാടിയാണ്. റിക്വയർ എനി പേഴ്സൺ ടു പേ സച്ച് സംസ് ഇൻ റെസ്പെക്ട് ഓഫ് ബെനിഫിറ്റ്സ് റിസീവ്ഡ് ഫ്രം കോർപ്പറേറ്റ് ഡെപ്റ്റർ. അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും മണി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്ററിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം എന്താണ്? അൺഡു ഓർ റീസ്റ്റോർ. അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു 3-4 പഠിച്ചു വെച്ചാൽ മതി. എല്ലാ കേസിലും ഏകദേശം അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റി പ്രസ്യൂംസ് ദാറ്റ് ട്രാൻസ്ഫർ വാസ് റിക്വയർഡ് അതർവൈസ് ദാൻ ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ പ്രസ്യൂം ചെയ്യുന്ന കാര്യം തന്നെ എന്താണ്? നിങ്ങൾ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തി. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഓർഡർ പുറപ്പെടുവിക്കുന്നത്. അതിപ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് ശ്രദ്ധിക്കുക. ദ അതോറിറ്റി പ്രസ്യൂംസ് ദാറ്റ് ട്രാൻസ്ഫർ വാസ് അക്വയർഡ് അതർവൈസ് ദാൻ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇത് വൺ വേർഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലല്ല വേറൊരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതോറിറ്റി എന്ത് ചെയ്യണം?
അതർവൈസ് ദാൻ അതോറിറ്റി പ്രസ്യൂം ചെയ്യുന്നത് ആ രീതിയിലാണ്. അതർവൈസ് ദാൻ ഇൻ ഗുഡ് ഫെയ്ത്ത്, അവർ നല്ല രീതിയിലല്ല ഇത് ചെയ്തത്, അതായത് പ്രിഫറൻഷ്യൽ ആയിട്ടാണ് ചെയ്തത് എന്നുള്ള പോലെ ആണ് അവർ പ്രസ്യൂം ചെയ്യുന്നത്. അതാണ് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ. പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു, പ്രോപ്പർട്ടിയോ ഇൻട്രസ്റ്റോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അത് അവരെ ഒരു ബെനിഫിഷ്യൽ പൊസിഷനിലേക്ക് ആക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുക. അപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ലിക്വിഡേറ്റർ ആപ്ലിക്കേഷൻ നടത്തണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വഴി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു ഓർഡർ പുറപ്പെടുവിക്കും. ഓർഡറിൽ 3-4 ഓർഡർ പറഞ്ഞു, പക്ഷേ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ആ ആക്ടിവിറ്റി, നടത്തിയ ആക്ടിവിറ്റി അൺഡു ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ ചെയ്യുന്നത്. അടുത്തത് അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ്. അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് പറയുന്നതിന് മുൻപ് അതിനൊരു റെലവൻറ്റ് പീരിയഡ് ഉണ്ട്. ആക്ച്വലി ഈ പീരിയഡ് നമ്മുടെ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസിനും ആപ്ലിക്കബിൾ ആണ്, പക്ഷെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ CMA ഫൈനലിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ റെലവൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് റെലവൻറ്റ് പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം, റെലവൻറ്റ് പാർട്ടി അല്ല, റിലേറ്റഡ് പാർട്ടി. നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത് റിലേറ്റഡ് പാർട്ടിയുമായിട്ടാണെങ്കിൽ നമ്മുടെ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റിന് തൊട്ട് മുമ്പത്തെ 2 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത് അതർ ദാൻ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ നമ്മുടെ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ 1 വർഷം, ഡ്യൂറിങ് ദ 1 ഇയർ പ്രൊസീഡിങ് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്, ഈ റെലവൻറ്റ് പീരിയഡ്സിലാണ് അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിലാണ് ഈ ആക്ഷൻസ് വരുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇത് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കബിൾ ആണ്, സെയിം ഡ്യൂറേഷനും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റിൻ്റെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് അവരെ ബെനിഫിഷ്യൽ പൊസിഷനിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതർ ദാൻ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ നമ്മുടെ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ 1 വർഷത്തിൻ്റെ അകത്ത് നമ്മൾ അവർക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോഴും എന്നിട്ട് അവർക്ക് ബെനിഫിഷ്യൽ പൊസിഷനിലാക്കിയെങ്കിൽ, അപ്പോൾ അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഈ റെലവൻറ്റ് പീരീഡിനകത്ത് നടക്കുന്നതിനാണ്. അപ്പോൾ എന്ത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അണ്ടർ വാല്യൂഡ്, അതായത് ഉള്ള വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂവിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആ വാക്കിൽ നിന്ന് നമുക്കറിയാലോ. എ ട്രാൻസാക്ഷൻ ഷാൽ ബി കൺസിഡേർഡ് അണ്ടർ വാല്യൂഡ് വെയർ കോർപ്പറേറ്റ് ഡെപ്റ്റർ മേക്സ് ഗിഫ്റ്റ് ടു എ പേഴ്സൺ. കോർപ്പറേറ്റ് ഡെപ്റ്റർ ഒരു പേഴ്സണ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ലെസ് ആയിട്ടുള്ളൊരു വാല്യൂവിലാണ് അയാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അതിനെയും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. 2 കാര്യങ്ങൾ, ഗിഫ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫോർ കൺസിഡറേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ലെസ് ദാൻ മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവുള്ള വാല്യൂവിൽ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലിക്വിഡേറ്റർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ലിക്വിഡേറ്റർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആർ പി എന്നുള്ളത് ജസ്റ്റ് ഇവിടെ ഒരു മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട്. ആക്ച്വലി ലിക്വിഡേറ്റർ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യാം, ക്രെഡിറ്റർ, മെമ്പർ, പാർട്ട്ണർ ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ, ഇവർക്ക് ആർക്ക് വേണമെങ്കിലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിലേക്ക് ഇതിനെപ്പറ്റി അറിയിക്കാം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചെയ്യുന്ന ഓർഡേഴ്സ് എന്തായിരിക്കും, property transferred is to be vested in corporate debtor, release or discharge security interest created by corporate debtor, require any person to pay such sums in respect of benefits received from corporate debtor. ഈ 3 പോയിന്റ് നേരത്തെ കണ്ടതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് സംഭവിക്കുമ്പോൾ നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി എന്താണോ അതിനെ നിങ്ങൾ അൺഡു ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിം പോയിന്റ് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ആ റെലവൻറ്റ് പീരീഡ്, റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റിന് തൊട്ട് മുമ്പത്തെ 2 വർഷം, അതർ ദാൻ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ട്രാൻസാക്ഷൻസ് നടക്കുകയാണ്. എന്ത് ട്രാൻസാക്ഷൻസ്, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ്. അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഗിഫ്റ്റ് കൊടുക്കൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി ലെസ് മാർക്കറ്റ് വാല്യൂവിനേക്കാളും ലെസ് ആയിട്ടുള്ള വാല്യൂവിൽ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിലാണ് നമ്മുടെ ലിക്വിഡേറ്റർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ലിക്വിഡേറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ട്നേഴ്സിന്, മെമ്പേഴ്സിന്, ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യത്തെപ്പറ്റി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തരുന്ന ഓർഡേഴ്സാണ് ഇത്. അടുത്തത് ട്രാൻസാക്ഷൻസ് ഓഫ് ഡിഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ്. ഇതിനകത്ത്
നിങ്ങൾ ഇതൊന്നും വായിക്കണ്ട, ജസ്റ്റ് ഇത് ഓർത്താൽ മതി. അതായത് ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാണ് ആ ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്തിനു വേണ്ടിയിട്ട്, മനഃപൂർവ്വം ഇൻറ്റൻഷനലി ക്രെഡിറ്ററിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ക്രെഡിറ്ററിനെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റേഴ്സിനെതിരെ കോർപ്പറേറ്റ് ഡെപ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസാക്ഷൻസ് ഡിഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെതിരെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നമ്മൾ മീൻസ് അതിനെപ്പറ്റി നമ്മൾ ലിക്വിഡേറ്റർ ഓർഡർ ആപ്ലിക്കേഷൻ കൊടുക്കും, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക്. അപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഏതെങ്കിലും ഒരു ഓർഡർ പറയും, എന്താണ്, ഒന്നുകിൽ റീസ്റ്റോർ ചെയ്യുക, പൊസിഷൻ റീസ്റ്റോർ ചെയ്യുക, മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ ആക്കുക, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ആ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓർഡേഴ്സ് നമ്മുടെ എന്ത് കൊടുക്കും, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുക്കും. ഓക്കെ, അപ്പോൾ 3 ട്രാൻസാക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് ഡിഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇത് 3ലും വരുന്ന ഓർഡേഴ്സും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇൻ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇൻ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്യൂർഡ് ക്രെഡിറ്റർ ആരാന്ന് നമ്മൾ പറഞ്ഞു, പലതവണയായി ഇപ്പോൾ പറയുന്നു. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 2 കാര്യങ്ങൾ ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ അത് നമ്മൾ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, റിലിങ്ക്വിഷ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി ക്രെഡിറ്റർക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. റിലിങ്ക്വിഷ് ഇറ്റ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ടു ദ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ആൻഡ് റിസീവ് പ്രൊസീഡ്സ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, റിയലൈസ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ഇനി ഇഫ് സെക്യൂർഡ് ക്രെഡിറ്റർ ഫേസസ് റെസിസ്റ്റൻസ് ഫ്രം കോർപ്പറേറ്റ് ഡെപ്റ്റർ ഓർ എനി കണക്റ്റഡ് പേഴ്സൺ, അവർക്ക് എന്ത് ചെയ്യാം, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇങ്ങനെ അവർ നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് റിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ സെക്യൂരിറ്റി ഇൻട്രസ്റ്റിൻ്റെ റിയലൈസേഷൻ കിട്ടാൻ എങ്ങനെയെങ്കിലും അവർക്ക് ഇതിൻ്റെ പൈസ കിട്ടണം. ഒന്നുകിൽ അവരത് റിലിങ്ക്വിഷ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് ചോദിക്കും, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യും, അതായത് അവർ തന്നെ അതെടുത്ത് വിറ്റിട്ട് അതിൻ്റെ പൈസ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനുള്ള രീതിയിൽ അവർ റെസിസ്റ്റൻസ് ഫ്രം കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ സഹകരണം കിട്ടുന്നില്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിക്വിഡേറ്റർ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ റിലിങ്ക്വിഷ് ചെയ്തു അല്ലെങ്കിൽ റിയലൈസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ റിലിങ്ക്വിഷ് ചെയ്യണ കേസിലാണെങ്കിൽ അവരെന്ത് ചെയ്യാണ്, സെക്യൂരിറ്റി അങ്ങനെ തന്നെ നമ്മുടെ ഡെപ്റ്റർക്ക് വിട്ടു കൊടുത്തിട്ട് അവരോട് പറയാണ്, നിങ്ങളത് എന്താ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് എനിക്ക് തന്നാൽ മതി, എനിക്ക് തരേണ്ട പൈസ തന്നാൽ മതി എന്ന് പറയാണ്. ഇനി റിയലൈസ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ റിയലൈസ് ചെയ്യുമ്പോൾ, അതായത് അവർ തന്നെ ആ അസറ്റ് സെക്യൂരിറ്റി അവരെടുത്ത് വിൽക്കുകയാണ്. അപ്പോൾ വിറ്റപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് എന്ന് പറയുന്നത് അവരുടെ ഡെപ്സിനേക്കാളും കൂടുതലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ ഒരു വാച്ചാണ് നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചത്. അതിന് അത്യാവശ്യം നല്ല വില വരുന്ന വാച്ചാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ളത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. 10,000 റുപ്പീസാണ് നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുക്കാനുള്ളത്. പക്ഷേ ഇവർക്ക് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടിയത് 15,000 റുപ്പീസ് ആണെങ്കിൽ, ശരിക്കും ഇവർക്ക് അർഹതപ്പെട്ടത് സെക്യൂർഡ് ക്രെഡിറ്ററിന് 10,000 രൂപ കിട്ടിയാൽ പോരെ, അവരൊക്കെ അല്ലേ. പക്ഷേ അവർക്ക് വിറ്റപ്പോൾ 15,000 രൂപ കിട്ടിയെങ്കിൽ അവരെന്ത് ചെയ്യണം, സെക്യൂർഡ് ക്രെഡിറ്റർ ഷാൽ അക്കൗണ്ട് ഇറ്റ് ടു ലിക്വിഡേറ്റർ ഫോർ സച്ച് സർപ്ലസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് റിയലൈസേഷൻ ആൻഡ് ഓൾസോ ടെൻഡർ ഇറ്റ് ടു ലിക്വിഡേറ്റർ. അതായത് ഇവർ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ലിക്വിഡേറ്ററിനെ അറിയിക്കും. ഇനിയിപ്പോൾ ഇവർക്ക് ഈ വാച്ച് വിറ്റപ്പോൾ ഒരു 2,000 രൂപ കോസ്റ്റ് വന്നു, ഒരു വല്ല ബ്രോക്കറേജ് കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കോസ്റ്റ് വന്നെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് അവർ ആരെ ഏൽപ്പിക്കണം, ലിക്വിഡേറ്ററിനെ ഏൽപ്പിക്കണം. അപ്പോൾ ബാക്കി 3,000 റുപ്പീസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ലിക്വിഡേറ്ററിനെ അക്കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കാര്യം. അപ്പോൾ സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കാര്യം വളരെ കുറച്ചേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ്, ഒന്നുകിൽ അവർക്ക് സെക്യൂരിറ്റി റിയലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്കത് റിലിങ്ക്വിഷ് ചെയ്യാം. റിയലൈസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ അവർക്ക് പ്രൊസീഡ്സ് കിട്ടുന്നത് നമ്മുടെ ഡെപ്റ്റ്സിനേക്കാളും കൂടുതലാണെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ട് അവർ ആരെ ഏൽപ്പിക്കണം, ലിക്വിഡേറ്ററിനെ ഏൽപ്പിക്കണം. ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് റിയലൈസേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്, അതായത് വാട്ടർഫോൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡേഷൻ്റെ ഒരു ഫൈനൽ ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ ക്ലെയിംസ് കളക്ട് ചെയ്ത് ക്രെഡിറ്റേഴ്സിന് എന്തൊക്കെ ക്ലെയിംസ് ഉണ്ട്, അവരുടെ ക്ലെയിംസിൽ പ്രിഫറൻഷ്യൽ ഉണ്ടോ, അണ്ടർ വാല്യൂഡ് ഉണ്ടോ, ഡിഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ് ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മൾ അസറ്റ്സ് വിൽക്കുന്നു, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ആ പ്രയോറിറ്റി ലിസ്റ്റാണ് ഇത്. ഈ ഓർഡറിൽ തന്നെ നടക്കണം, ഈ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് കോസ്റ്റ് ആൻഡ് ലിക്വിഡേഷൻ കോസ്റ്റ്. ആദ്യം ആ കോസ്റ്റ് മീറ്റ് ചെയ്യണം.
രണ്ടാമത് വർക്ക്മെൻസ് ഡ്യൂ 24 months പ്രൊസീഡിങ് ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ്. ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ 24 മാസത്തിനുള്ളിൽ വർക്ക്മെൻസിന് കൊടുക്കാനുള്ള എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കുക. ആൻഡ് എന്നുള്ളതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഡെപ്റ്റ്സ് ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇഫ് ദ റിലിംഗ്വിഷ്ഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. അവരുടെ സെക്യൂരിറ്റി അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു എന്ത്, ഞങ്ങൾക്ക് മീൻസ് നിങ്ങൾ ഈ സെക്യൂരിറ്റി കയ്യിൽ വെച്ചോളൂ, നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റിലിംഗ്വിഷ് ചെയ്തു അല്ലേ. അപ്പോൾ അവർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റിലിംഗ്വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. സെക്കൻഡ് ഇതിൽ വരുന്നതിൽ ആൻഡ് ഓപ്ഷൻ മീൻസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് വരുന്നത്. അതായത് അവർ ഈ രണ്ട് പേരും വർക്ക്മെൻസ് ഡ്യൂസും അതുപോലെ തന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും ഒരേപോലെ റാങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് റാങ്ക്ഡ് ഈക്വലി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ പോലെ, കാരണം ഇത് നമ്മൾക്ക് വേണമെങ്കിൽ MCQ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്ക് വർക്ക്മെൻസ് ഡ്യൂ ആയിട്ടുള്ളത് 1 lakh rupees ആണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ ഡെപ്റ്റ്സ് ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് 3 lakh rupees ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വർക്ക്മെന് എത്ര കൊടുക്കണം, അതുപോലെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ ഓഫ് സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റിയുടെ വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് നമ്മുടെ കയ്യിലുള്ള അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh rupees ആണെന്ന് വിചാരിക്കാം. ആകെ കൂടെ 1 lakh rupees ഉള്ളൂ. അപ്പോൾ ഇവരുടെ കണ്ടീഷൻ ഓൾറെഡി ആൻഡ് കണ്ടീഷനാണ്. പ്രോസസ് കോസ്റ്റും ലിക്വിഡേഷൻ കോസ്റ്റൊക്കെ ഇല്ലയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അത് ഓൾറെഡി സെറ്റിൽ ആയിട്ടുണ്ട്. ഇനി 1 ലക്ഷം വെച്ചിട്ട് നമ്മൾ ഈ 1 ലക്ഷം പേ ചെയ്യുമോ, അല്ലെങ്കിൽ 3 ലക്ഷം പേ ചെയ്യുമോ, അല്ലെങ്കിൽ അതെങ്ങനെ പേ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവരുടെ ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റാണ്. അതായത് ഇവർക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ ആൻഡ് കണ്ടീഷനാണ്, അതായത് ഒരേപോലെ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു റാങ്ക്ഡ് ഈക്വലി എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഡ്യൂസ് എന്തോരം വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പ്രൊപ്പോർഷനേറ്റ്ലി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈക്വലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും, 1 ലക്ഷത്തിൻ്റെ പകുതി എടുത്തിട്ട് ഈക്വലി 50,000 വർക്ക്മെന് കൊടുക്കും, 50,000 സെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുക്കും. അങ്ങനെയല്ല. ഇവരുടെ ടോട്ടൽ എത്രയാണ്, 1 lakh വർക്ക്മെന് കൊടുക്കണം, 3 ലക്ഷം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയിൽ 1 ലക്ഷം മാത്രമാണ് വർക്ക്മെൻ ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം എന്ന് പറയുന്നത് വെച്ചിട്ട് ഇൻറ്റു 1/4 വെയിറ്റേജ് മാത്രമേ ആർക്ക് വരുന്നുള്ളൂ, വർക്ക്മെൻ ഡ്യൂവിന് വരുന്നുള്ളൂ. അപ്പോൾ 1 lakh × 1/4 എന്ന് പറയുന്നത് 25,000 rupees മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ, വർക്ക്മെൻ ഡ്യൂവിലേക്ക് പോകുന്നുള്ളൂ. ഇനി ബാക്കി 75,000 ആർക്ക് പോകും, ഡെപ്റ്റ്സ് ഓഫ് സെക്യൂർഡ് ക്രെഡിറ്ററിന് പോകും. അതെങ്ങനെയാണ്, 1 lakh ഉണ്ട് നമ്മുടെ കയ്യിൽ, അതേ ഇൻറ്റു 3/4, കാരണം 3 lakhs ആണ് അവർക്ക് കിട്ടാനുള്ളത്. മൊത്തം 4 ലക്ഷം രൂപയാണ് ലയബിലിറ്റി. അപ്പോൾ അങ്ങനെ അവരുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 3/4 ആണ്. സോ 75,000 rupees ആണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ രീതിയിലാണ് റാങ്ക്ഡ് ഈക്വലി എന്ന് പറഞ്ഞാലും പ്രൊപ്പോർഷനേറ്റ്ലി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ വേർഡ് യൂസ് ചെയ്യുന്നത് റാങ്ക്ഡ് ഈക്വലി എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോസസ് കോസ്റ്റ് അതുപോലെ ലിക്വിഡേഷൻ കോസ്റ്റ് കൊടുക്കും, പിന്നെ വർക്ക്മെൻ ആൻഡ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ദെൻ മൂന്നാമത്തത് വേജസ് അൺപെയ്ഡ് ഡ്യൂസ് ടു എംപ്ലോയീസ് അതർ ദാൻ വർക്ക്മെൻ. അവർ 12 മാസം ഇൻസോൾവൻസി ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റിൻ്റെ 12 മാസം മുമ്പ് വരെ പ്രൊസീഡിങ് 12 മാസത്തിനുള്ളിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസ് അതർ ദാൻ വർക്ക്മെൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരുടെ വേജസും അൺപെയ്ഡ് ഡ്യൂസൊക്കെ കൊടുക്കണം. പിന്നെ ഫിനാൻഷ്യൽ ഡെപ്റ്റ്സ് ഓ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവർ റിലിംഗ്വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റിലിംഗ്വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇവിടെ സ്പേസ് ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെയാണ് സ്പേസ് ഉള്ളത്. ഓക്കെ, നാലാമത് വരുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. അഞ്ചാമത് വരുന്നത് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ട്. ആൻഡ് ഡെപ്റ്റ്സ് ഓ ടു സെക്യൂർഡ് ക്രെഡിറ്റർ ഫോർ എനി അൺപെയ്ഡ് എമൗണ്ട് ഹൂ റിയലൈസ്ഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞില്ലേ, അതായത് റിയലൈസ് ചെയ്തപ്പോൾ കൂടുതൽ എമൗണ്ട് വന്നു, അതായത് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഡെപ്റ്റ്സിനേക്കാളും കൂടുതൽ എമൗണ്ട് വന്ന കാര്യം പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ബാക്കി പൈസ ആരെ ഏൽപ്പിച്ചു, ലിക്വിഡേറ്ററിനെ ഏൽപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ എന്ത് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക, ഫോർ എനി അൺപെയ്ഡ് എമൗണ്ട് ഹൂ റിയലൈസ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാണ്, സെക്യൂരിറ്റി ഇൻട്രസ്റ്റിനെ അവർ റിയലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ 10,000 വില വരുന്ന അതായത് അവർക്ക് കിട്ടേണ്ട നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്, ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 10,000 rupees ആണെന്ന് വിചാരിക്കാം. പക്ഷെ അവർക്ക് ഈ റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയത് എത്ര രൂപയാണ്, റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയത് ₹8,000 മാത്രമാണെങ്കിൽ ബാക്കി 2,000 രൂപ കിട്ടണ്ടേ. അപ്പോൾ ഈ 2,000 രൂപയാണ് അൺപെയ്ഡ് എമൗണ്ട്. അപ്പോൾ അതിന് ഇവിടെ പൊസിഷൻ കിട്ടും
ഫിഫ്ത്ത് പൊസിഷനാണ് അതിന് വരുന്നത്, അതും ആൻഡ് പൊസിഷൻ. അപ്പോൾ ഇവിടെയും റാങ്ക്ഡ് ഈക്വലി എന്നാണ് പറയുന്നത്. റാങ്ക്ഡ് ഈക്വലി എന്ന് പറഞ്ഞാലും ഇതിനകത്ത് റാങ്ക്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് രണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട് ആയിട്ട് ചോദിച്ചോളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് രണ്ടാമത്തെ കേസിൽ വർക്ക്മെൻ ഡ്യൂവിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റിലിംഗ്വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അഞ്ചാമത്തെ കേസിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ നമ്മുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്തു, എന്നിട്ടും അവർക്ക് നമ്മൾ അൺപെയ്ഡ് എമൗണ്ട് ആയിട്ട് കൊടുക്കുക, ഐ മീൻ ബാക്കി പൈസ നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് അവിടെ വരും. ഓക്കെ, പിന്നുള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഏഴെണ്ണമാണ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ഇൻസോൾവൻസി പ്രോസസ് കോസ്റ്റ്, അതുപോലെ ലിക്വിഡേഷൻ കോസ്റ്റുകൾ, വർക്ക്മെൻ ഡ്യൂസ് കഴിഞ്ഞ 24 മാസത്തെ, ആൻഡ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇഫ് ദ റിലിംക്വിഷ്ഡ്, ദെൻ വേജസ് അൺപെയ്ഡ് ഡ്യൂസ് അതർ എംപ്ലോയീസ് അതർ ദാൻ വർക്ക്മെൻ. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ ഡെപ്സ് ഓ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പിന്നെ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള എമൗണ്ട്, ആൻഡ് അവർ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്. ഇതാണ് നമ്മൾ വാട്ടർഫോൾ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്ന ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു പ്രയോറിറ്റിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുക. അപ്പോൾ ഈ അസറ്റ്സ് ഒക്കെ വിറ്റിട്ട് ഈ കൃത്യമായിട്ടുള്ള പൈസയൊക്കെ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പറയും ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ ആഫ്റ്റർ അസറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇസ് കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റഡ്, ലിക്വിഡേറ്റർക്ക് എന്ത് ചെയ്യാം, അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്തിനുള്ള ആപ്ലിക്കേഷൻ? ഡിസൊല്യൂഷനുള്ള ആപ്ലിക്കേഷൻ. ഇനി ആ കമ്പനി ഇല്ല, കമ്പനി വേണ്ട, കാരണം ഒന്നും ഇല്ല ഇനി. ഓക്കെ, അതുകൊണ്ട് ലിക്വിഡേറ്റർക്ക് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫോർ ഡിസൊല്യൂഷൻ കൊടുക്കാം. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ ചെയ്യും, എന്ത്, കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇസ് ഡിസോൾവ്ഡ്. അങ്ങനെ അവർ 7 ദിവസത്തിനുള്ളിൽ, ആ ഓർഡർ കിട്ടി 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കോപ്പി ഓഫ് ഓർഡർ ഷാൽ ബി ഫോർവേഡ് ടു അതോറിറ്റി വിച്ച് കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇസ് രജിസ്റ്റേർഡ്. നമ്മൾ പറഞ്ഞു കമ്പനിക്ക് MCA ആണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതോറിറ്റിയിലേക്ക് എന്ത് പോകും, ഇതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി പോകും. എന്താണ് അത് നമ്മൾ ലിക്വിഡേഷൻ്റെ സമയത്തും പറഞ്ഞായിരുന്നു. ലിക്വിഡേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു കോപ്പി നമ്മൾ അതോറിറ്റിക്ക് കൊടുക്കുക. അതുപോലെ പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തും, ലിക്വിഡേഷനാണ് സംഭവിക്കുന്നത് ഈ കമ്പനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോഴും ഇങ്ങനൊരു ഓർഡറിൻ്റെ കോപ്പി നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ലിക്വിഡേഷൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കമ്പയർ ടു CIRP വെച്ച് നോക്കുമ്പോൾ. പക്ഷേ കുറച്ചും കൂടെ ടേംസൊക്കെ ടെക്നിക്കലിയൊക്കെ കുറച്ചും കൂടെ CIRP ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ഒക്കെ കുറച്ച് നമ്മൾ കണ്ട് ഐ മീൻ നമുക്ക് ആ അസറ്റ്സ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവണം ഇതൊക്കെ ഇതിലുള്ളതാണ് ഇല്ലാത്തതാണെന്നൊക്കെ. സോ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.